വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയാർ. മക്കളെ, നമ്മുടെ സമവാക്യ ജോഡികൾ എന്ന് പറഞ്ഞ അഥവാ പേസ് ഓഫ് ഇക്വേഷൻസ് പറഞ്ഞ ചാപ്റ്ററിലെ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ന്യൂ സിലബസിൽ നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള അഥവാ ഓണ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരൊറ്റ ക്ലാസ്സോട് കൂടെ സെറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം ഏതാണെന്നല്ലേ, ചോദ്യം നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതാൻ ശ്രമിക്കുക. നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഞാൻ റെഡിയാണ്. അപ്പൊ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ആദ്യം തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്കുകൾ കമന്റ് സെക്ഷനിലായിട്ട് അറിയിക്കുക കേട്ടോ. യെസ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സമവാക്യ ചോദ്യങ്ങൾ അഥവാ പേസ് ഓഫ് ഇക്വേഷനിലെ ഇതാണ് ആ ചോദ്യം. ഈ ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് എന്ത് ചെയ്തോളാം, ചോദ്യം വായിച്ചിട്ട് ഉത്തരം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ചോദ്യം ഞാനൊന്ന് വായിച്ചു തരാം, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഈ തന്ന ചോദ്യത്തിനനുസരിച്ച് നമ്മൾ സമവാക്യങ്ങൾ ഇക്വേഷൻസ് ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പണി. ഒന്ന് നോക്കാമല്ലോ നമുക്ക്. രണ്ട് സംഖ്യകളുടെ തുക 28ഉം വ്യത്യാസം 12ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? തുക 28 വ്യത്യാസം 12 ആണെങ്കിൽ സംഖ്യ ഏതൊക്കെയാ? ദ നമ്പർ the sum of two numbers is 28 and their difference is 12. What are the numbers? അല്ലേ മക്കളെ, രണ്ട് സംഖ്യകളാണ് ഇവിടുത്തെ ഹീറോസ് എന്ന് മനസ്സിലാക്കുക. രണ്ട് സംഖ്യകൾ ഏതൊക്കെയാ? സംഖ്യകൾ നമുക്കറിയാലോ അല്ലേ? അറിയൂടാ? ഇല്ല. അപ്പൊ അറിയാത്തത് കൊണ്ട് സംഖ്യകൾ അല്ലെ, നമ്പേഴ്സിന് നമുക്ക് എന്ത് കൊടുക്കാം? ദ നമ്പേഴ്സിന് നമുക്ക് ഒരാളെ, ആദ്യത്തെ നമ്പറിന് നമുക്ക് അറിയത്തില്ല, അറിയാത്തത് കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് വിളിക്കാം. ആദ്യത്തെ ഒരു സംഖ്യ. അടുത്ത സംഖ്യ നമുക്ക് അറിയത്തില്ല, അറിയാത്തത് കൊണ്ട് വൈ എന്ന് കൊടുക്കുക. ഈ ചാപ്റ്ററിൽ മുഴുവൻ ഇങ്ങനെയാണുള്ളത്. ഏതൊക്കെ? എക്സ് അറിയത്തില്ല, വൈ അറിയത്തില്ല. രണ്ട് സംഖ്യകളായതുകൊണ്ട് എക്സും വൈ കൊടുക്കാം. തന്ന ചോദ്യത്തിൽ പ്രകാരം ഡാറ്റ ഫോം ചെയ്യാൻ പോവാണ്, ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പോവാണ്, സമവാക്യങ്ങൾ എങ്ങനെയാ ഫോം ചെയ്യുന്നത് നോക്ക്. ആദ്യം ശ്രദ്ധിക്കാൻ പറഞ്ഞ നോക്ക്. രണ്ട് സംഖ്യകളുടെ തുക 28. സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 28. ടു നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിന് സം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടുക. അപ്പൊ ആദ്യത്തെ സംഖ്യ നമ്മൾ എടുത്തത് ഏതാണ്? എക്സ്. അപ്പൊ ആദ്യത്തെ സംഖ്യ എക്സ് എടുത്തു, അടുത്ത സംഖ്യ വൈ ആണ്. അത് കൂട്ടിയാൽ എത്ര കിട്ടും എന്ന് പറയുന്നുണ്ട്? 28 കിട്ടും. തുക എത്രയാന്ന് പറയുന്നുണ്ട്? 28. തുക എന്ന് പറഞ്ഞാൽ കൂട്ടുക കേട്ടോ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. സെറ്റ് ആണല്ലോ. അപ്പൊ സം എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ, ദാറ്റ് ഈസ് 28. ഇവിടെ ഒരു സാധനം കൂടെ ഇവര് പറയുന്നുണ്ട്, എന്താ? വ്യത്യാസം 12ഉമാണ് എന്ന് അവര് പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ്? ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 12. വ്യത്യാസം 12ഉം ആണെങ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യമായ സംഖ്യ എക്സ്, രണ്ടാമത്തെ ആ ഒരു നമ്പർ വൈ, വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈനസ് അല്ലെ. നമുക്ക് രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 12 ആണ്. അപ്പൊ ഈക്വൽ ടു 12. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻസ് സെറ്റ് ആണെങ്കിൽ മക്കളെ, നമുക്ക് ഇതിൽ നിന്ന് എക്സിന്റെയും വൈന്റെയും വില കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാണ് ഇതിൽ നിന്ന് എക്സിന്റെയും വൈന്റെയും വില കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ എക്സുകൾ സെയിം ആണോ നോക്ക്. ഇവിടെ ഒരു പോസിറ്റീവ് എക്സ് ആണ്, ഇവിടെ ഒരു പോസിറ്റീവ്. രണ്ടും എക്സുകൾ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ സെയിം എക്സുകളാണെങ്കിൽ നമുക്ക് കൂടുതൽ വൈ ഉള്ളിടത്തുനിന്ന് കുറവ് വൈ ഉള്ളിടത്ത് കുറയ്ക്കാം. അപ്പൊ എങ്ങനെ കുറയ്ക്കുന്നത് നോക്ക്. ഇവിടെ പ്ലസ് വൈ ആണ്, ഇവിടെ മൈനസ് വൈ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വൈ എവിടെയുള്ളത്? മുകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്തോളാം? കുറച്ചേക്ക. ഏത്? ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്തോളാം? മൈനസ് ചെയ്യുക. അപ്പൊ പല കുട്ടികൾക്കും സംശയം ഉണ്ടാവും, എടാ എന്തിനാടാ മൈനസ് ചെയ്യുന്നത്? മൈനസ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ എക്സും മൈനസ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. നമുക്ക് വൈന്റെ വില അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഞാനൊന്ന് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഒരു ഇക്വേഷൻ എന്താ, നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ, ഞാൻ അടുത്ത പേജിലേക്ക് കൊണ്ടുവരുന്നത് നോക്കിയോ കേട്ടോ. ഓക്കെ, ഇതാ കൊണ്ടുവരുന്നു. മാജിക്. യെസ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് അല്ലെ. അപ്പൊ സെയിം എക്സുകൾ വരുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ വൈ ഉള്ളത് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാണ്. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിക്കണേ. വൈയിൽ നിന്ന് ഇതൊന്നും ക്യാൻസൽ ആയി പോകും, കാരണം എക്സ് പോയി അല്ലെ. ഒന്നാമത്തെ എക്സ് രണ്ടാമത്തെ എക്സ് പോയി. അപ്പോ എക്സും പോയി, ക്യാൻസൽ ആയി പോയി. ഈ വയ്യായ നമ്പർ മൈനസ്. ഇപ്പൊ പല ഒരു കുട്ടികൾക്ക് ഈ മൈനസ് എവിടുന്ന് വന്നു? അത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ചെയ്ത മൈനസ് ആണ്. ഓൾറെഡി ഒരു മൈനസ് വൈ എവിടെ ഉണ്ട്? ഇപ്പുറത്തുണ്ട്. നോക്ക്, ഞാൻ അതിനും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് കണ്ടോ. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ?
വൈ ഇക്വേഷൻ നമ്പർ 1 2 കുറയ്ക്കാനല്ലേ നമ്മുടെ ഐഡിയ. ഐഡിയ എങ്ങനെ കിട്ടിയത്? ഏറ്റവും കൂടുതൽ വൈ ഉള്ളത് ഒന്നാമത്തേലാണ്, കുറവ് വൈ ഉള്ളത് രണ്ടാമത്തേലാണ്. കൂടുതൽ കുറവ് കുറയ്ക്കാനല്ലേ എളുപ്പം. അപ്പൊ വൈ മൈനസ് ഏത് മൈനസാ? നമ്മളെ ഇക്വേഷൻസിൽ വൈ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ മൈനസ് നമ്മൾ ചെയ്തു. ഇത് ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ട്. ഇവിടെയാണ് പല കുട്ടികൾക്കും സംശയം വരുന്നത്. ഇപ്പൊ റെഡി ആയല്ലോ അത്. ഓക്കെ, ഈക്വൽ ടു ഈ 28 12 അപ്പുറത്ത് ഈക്വൽ സൈൻ്റെ 28 നിന്ന് 12 അപ്പുറത്ത് തന്നെ എന്ത് ചെയ്തോളാ? മൈനസ് ചെയ്തോളാം കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ട് മൈനസുകൾ ഒരുമിച്ച് വരുമ്പോൾ എന്താ ഇവിടെ പ്ലസ് ആയിട്ട് മാറും. അപ്പൊ y പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 28 നിന്ന് 12 പോയാൽ 16. അപ്പൊ വൈയും കൂട്ടിയ 2y സമം 16. ഈ 16 ഈ 2 താഴോട്ടിട. അപ്പൊ നമുക്ക് കാണാം നമ്മുടെ ഉത്തരം വൈന്റെ ഉത്തരം ഇവിടെ സെറ്റാ മക്കളെ. 16 താഴത്ത് 2 വന്ന് നിൽക്കും. 16/2 വൈന്റെ ഉത്തരം 8. വൈ നമുക്ക് നമ്മുടെ ഉത്തരം ഒരേ പൊളി. വൈ നമുക്ക് കിട്ടി സെറ്റ്. ഏതാ? 8 വൈ കിട്ടിയാ പിന്നെ എക്സ് കാണാൻ എന്ത് എളുപ്പ. എക്സ് കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾക്ക് തന്ന ഇക്വേഷൻ ഏതെങ്കിലും ഒന്ന് എടുക്കുക. കിട്ടിയ ഇക്വേഷൻ എന്താ? ഈ ഇക്വേഷൻ തന്നെ എടുത്തോ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 28. ആ ഇക്വേഷൻ എടുക്കുന്നു കേട്ടോ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 28. ആ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ വൈന്റെ വില നമുക്ക് കിട്ടി എത്രയാണ്? 8 അല്ലേ? ആ വൈന് പകരം നമ്മൾ എത്ര കൊടുക്കുക? 8. അപ്പൊ ഈ വൈന്റെ സ്ഥാനത്ത് 8 കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ എക്സ് പ്ലസ് 8 സമം 28. ഇനി നമുക്ക് ഈ പ്ലസ് 8 അങ്ങോട്ട് പറഞ്ഞേക്കാം, എന്നാലേ അവിടെ എക്സ് ഒറ്റയ്ക്കാവും. നമുക്ക് എക്സിന്റെ വില കിട്ടും കേട്ടോ. പ്ലസ് എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് എക്സ്. സമത്തിന്റെ അപ്പുറത്തോട്ട് ഈക്വൽ സൈൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ്. അപ്പൊ എക്സ് ഈക്വൽ ടു 28 മൈനസ് 8. അപ്പൊ എക്സ് ഈക്വൽ ടു 28 എന്നിട്ട് കുറച്ചാൽ നമ്മുടെ ഉത്തരം 20. ഒരേ പൊളി സെറ്റ്. റെഡിയാണ്? ഇത്ര പണി ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്പേഴ്സ്, എന്നിട്ട് അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്താ? നമ്പേഴ്സ് ഫസ്റ്റ് അല്ലെ? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? എക്സിന്റെ വില ഫസ്റ്റ് നമ്മൾ എക്സിന്റെ വില എത്രയാ കിട്ടിയത്? 20. അടുത്തത് വൈന്റെ വില നേരത്തെ കിട്ടി നമുക്ക് എത്രയാ? 8. അപ്പൊ ഫൈനലി നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഇങ്ങനെ കൂടെ എഴുതി വെക്കുക. സംഖ്യകൾ ഏതൊക്കെയാണ്? 20 8. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്ക്. കൂട്ടുമ്പോ 28 കുറയ്ക്കുമ്പോ 12 കിട്ടുന്നുണ്ടോ നോക്ക്. അതല്ലേ ചോദ്യം. കൂട്ടുമ്പോ തുക 28 വ്യത്യാസം 12. നമ്മുടെ ചോദ്യത്തിൽ ഉത്തരം ഏതാ നോക്ക്? 20 28. 20 8 കൂട്ടുമ്പോ 28 കിട്ടുന്നുണ്ടല്ലോ. ഇത് കൂട്ടുമ്പോ 28 കിട്ടും. ചോദ്യത്തിൽ അങ്ങനെയാ പറഞ്ഞത് 28 കിട്ടണം എന്നാ പറഞ്ഞത്. കുറയ്ക്കുമ്പോ 12 കിട്ടണം എന്നാ പറഞ്ഞത്. വ്യത്യാസം 12 ആണെന്ന്. അപ്പൊ നമ്മുടെ ഉത്തരം ശരിയാണ്. റെഡി ആണല്ലോ? ഈ ഒരു ചോദ്യം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഏത് ചോദ്യം നിങ്ങളെ പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഉറപ്പായിട്ട് ഇതിന്റെ ആൻസർ ചെയ്യാൻ ഇനി പറ്റും അല്ലേ? അപ്പൊ നന്നായിട്ട് വീഡിയോ നല്ലോണം കണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കമന്റ്സ് എല്ലാം ഞാൻ എല്ലാ കമന്റ്സും വായിക്കാറുണ്ട്. കഴിഞ്ഞ 2 പാർട്ടിന്റെ കമന്റ്സ് ഒക്കെ ഞാൻ താഴെ കമന്റ് സെക്ഷനിൽ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങളുടെ കമന്റ്സും ലൈക്കും ഒക്കെ കണ്ടിട്ട്. അപ്പൊ അടുത്ത ഒരു ഇതില് മീൻസ് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ അതിലുണ്ട്, ഒക്കെ കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബാച്ചിലേക്ക് നമ്മുടെ നിഞ്ച ബാച്ച് 9th സൈലത്തിന്റെ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാച്ചിൽ കേട്ടോ. അപ്പൊ പറഞ്ഞാൽ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നവരേക്കും ഇറ്റ്സ് മീ VCR സൈനിങ് ഓഫ്. താങ്ക് യു.